വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം 2024 ആയി റിലേറ്റ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കഴിഞ്ഞ വർഷം ഓരോ കോളേജിലും ഓരോ ബ്രാഞ്ചിലും എത്ര റാങ്ക് വരെ ഉള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ റാങ്ക് വെച്ച് നമുക്ക് ഏത് കോളേജിൽ ഏത് ബ്രാഞ്ച് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമുക്കിപ്പോ റാങ്ക് വന്നിട്ടില്ല, നമ്മുടെ മാർക്ക് മാത്രമാണ് നമുക്ക് അറിഞ്ഞിട്ടുള്ളത് അല്ലെ. അതായത് നമ്മൾ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഓരോ ദിവസവും കുറെ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം എത്ര മാർക്ക് വരും എന്നുള്ളത് അത് ആക്ച്വലി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നോർമലൈസേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമുക്ക് എത്ര റാങ്ക് വരും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എത്ര റാങ്ക് വരെ വന്നാൽ നമ്മുടെ മനസ്സിൽ ചിലർക്കൊക്കെ ഇപ്പൊ ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെയൊക്കെ ഒരു മാർക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം എത്ര റാങ്ക് വരും, അത് വെച്ച് നമുക്ക് ആ കോളേജിൽ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. പക്ഷെ കഴിഞ്ഞ വർഷത്തെ അതേപോലെ തന്നെ ആയിരിക്കണം ഇപ്രാവശ്യം എന്നില്ല, അതിനകത്ത് വേരിയേഷൻസ് ഒക്കെ വരാം. എന്നാലും നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മുടെ കീമിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റും. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഫേസിലും വന്നിട്ടുള്ള അലോട്ട്മെന്റ് ലിങ്ക് കിട്ടും. അതായത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ സെക്കൻഡ് ഫേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ഫസ്റ്റ് ഫേസ് ആർക്കിടെക്ചർ, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ്, അതായത് കീം 2023 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റ്, അതായത് ഫസ്റ്റ് റൗണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് അലോട്ട്മെന്റിന്റെയാണ് ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സി ഹിയർ ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ആണ്. അതിൽ ഓരോ കോളേജിലും SM, EW എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ഓരോ കാറ്റഗറി തിരിച്ചുള്ള റാങ്ക് ആണ്. സ്റ്റേറ്റ് മെറിറ്റിൽ എങ്ങനെയാണ്, ഓരോ കാറ്റഗറിയിലും എങ്ങനെയാണ്, SC ST അങ്ങനെ ഓരോ കാറ്റഗറിയിലും എത്ര റാങ്ക് വരെയുള്ളവർക്ക് അഡ്മിഷൻ പോയി എന്നുള്ള. അപ്പൊ ഇതിൽ നമുക്ക് ഓരോ ബ്രാഞ്ച് ഓരോ കോളേജ് തിരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് കഴിഞ്ഞാൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ. അത് നോക്കുക. അപ്പൊ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഒക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റ് മെറിറ്റിൽ കഴിഞ്ഞ വർഷം 2300 വരെയൊക്കെയാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുപോലെയുള്ള ഗവൺമെന്റ് കോളേജസിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലൊരു റാങ്ക് കിട്ടണം. ഇനി ഗവൺമെന്റ് കോളേജിലും അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് കോളേജിലും ഓരോ കോളേജിലും നമുക്ക് ഇതുപോലെ നമുക്ക് ഓരോ കാറ്റഗറി തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രാഞ്ച് അത് കോളേജിൽ എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു പക്ഷേ നമ്മളെ എക്സാം നമുക്ക് ടഫ് ആയിരുന്നു, നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കുറഞ്ഞു പോയി, അപ്പൊ നമ്മുടെ റാങ്ക് ഏകദേശം ഇത്രയൊക്കെ ആയിരിക്കും. നമുക്കിപ്പോ ഒരു 20,000 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് റാങ്ക് വരുള്ളൂ. അപ്പൊ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റിലെങ്കിലും നമുക്ക് കിട്ടുമോ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. നമ്മളിങ്ങനെ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് അറിയാൻ പറ്റും. സിവില്, അതേപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെ ഇത് കംപ്ലീറ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കോളേജ് തിരിച്ച് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതറിയാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിനെയാണ്. ഇതുപോലെ ഞാൻ നേരത്തെ കാണിച്ചതിനകത്ത് തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടുള്ളതും ഏതൊക്കെ കോളേജ് ഉണ്ടെന്ന് അറിയാനായിട്ട് പറ്റും. അപ്പൊ ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്ത് ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവാം. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് ഏത് കോളേജിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് അറിയുന്നതിനെ കുറിച്ച് ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. താങ്ക് യു.